السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. صدق الله مولانا العظيم. إذا جاء رمضان فتحت أبواب الجنة وغلقت أبواب النار وصفدت الشياطين. صدق رسول الله. പരമകാരുണികനായ സർവശക്തനായ സർവജ്ഞനായ അല്ലാഹുവേ, നീ പൊരുത്തപ്പെട്ട അനുഗ്രഹീതരായ ഇഹപരവിജയം കൈവരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളെയും അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സത്യവിശ്വാസികളായ ആളുകളെ ആത്മീയമായും ശാരീരികമായും സമുദ്ധരിക്കാനും സംസ്കരിക്കാനും വേണ്ടി അല്ലാഹു ഒരുക്കിവെച്ച പരിശുദ്ധ റമളാൻ മാസം നമ്മുടെ ചാരത്ത്, നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഈ വേളയിൽ ഹൃദയത്തിൽ ഈമാനുള്ള മുസ്ലിങ്ങളെല്ലാം ഈ പുണ്യമാസത്തിൻ്റെ ആഗമന കാര്യത്തിൽ സന്തോഷത്തിലും ആവേശത്തിലും ആഹ്ലാദത്തിലും ആയിരിക്കും. ഹൃദയത്തിൽ ഈമാനുള്ളവർക്കെല്ലാം പരിശുദ്ധ റമളാനിൻ്റെ ആഗമനം ആഹ്ലാദകരമായിരിക്കും, സന്തോഷകരമായിരിക്കും. എന്നാൽ മുസ്ലിമീങ്ങളുടെ വേഷമണിഞ്ഞുകൊണ്ട് മുസ്ലിം ജനതയുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന കപടന്മാരായ മുനാഫിക്കുകൾ പരിശുദ്ധ മാസത്തിൻ്റെ ആഗമനത്തിൽ അസ്വസ്ഥരായിരിക്കും. ഈ കുംഭമാസത്തിലെ കൊടും ചൂടിൽ ഇനിയുള്ള ഒരു മാസം നീണ്ട പട്ടിണിയും നീണ്ട ദാഹവും നീണ്ട ക്ഷീണവും സഹിക്കണമല്ലോ എന്ന ചിന്ത കപടന്മാരെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യവിശ്വാസികളുടെ സന്തോഷവും കപടന്മാരുടെ മനപ്രയാസവും കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ മുസ്നദിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മാ ദഖല അലൽ മുസ്ലിമീന ശഹ്റുൻ ഖൈറും മിൻഹും മിൻ റമളാൻ വലാ ദഖല അലൽ മുനാഫിഖീന ശഹ്റുൻ ശർറുൻ ലഹും മിൻ റമളാൻ. 12 മാസത്തിൽ റമളാനിനെപ്പോലെ ഗുണകരമായ ഖൈറായ സന്തോഷകരമായ അനുഗ്രഹീതമായ ഒരു മാസം മുസ്ലിമീങ്ങൾക്ക് കടന്നു വരാനില്ല. സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും ഖൈറായ ഫലവത്തായ ഗുണകരമായ സന്തോഷകരമായ ഒരു മാസം റമളാനിനെ പോലെ വേറൊരു മാസവും കടന്നു വരാനില്ല. എന്നാൽ വലാ ദഖല അലൽ മുനാഫിഖീന ശഹ്റുൻ ശർറുൻ ലഹും മിൻ റമളാൻ. കപടന്മാരായ ആളുകൾക്ക് റമളാൻ പോലെ നാശം പിടിച്ച ഒരു മാസം,
ഷർറായ ഒരു മാസം, അസ്വസ്ഥതയുണ്ടാക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന ഒരു മാസം റമദാനിനെ പോലെ വേറൊരു മാസം ഉണ്ടാവില്ല. നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാണോ അതോ കാപട്യം നമ്മുടെ മനസ്സിലുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള അളവുകോലാണിത്. ഈ സമയത്ത് ഇങ്ങനെ ഓർക്കുമ്പോൾ ആവേശം വരുന്നുണ്ടോ അതോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ഓരോരുത്തരും സ്വന്തത്തിലേക്കൊന്ന് തിരിഞ്ഞു നിന്നാല് ഈമാനിന്റെ പവറും കാപട്യത്തിന്റെ സാന്നിധ്യമൊക്കെ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കും. അള്ളാഹു യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ റമളാനിന്റെ ആഗമനത്തിൽ സന്തോഷിക്കുന്ന, സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുന്ന, വരവേൽക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. മഹാന്മാരായ സ്വഹാബാക്കൾ ഈ മാസത്തിന്റെ ആഗമനത്തിൽ അവർക്കുണ്ടായിരുന്ന സന്തോഷ പ്രകടനം, റമളാൻ വരുന്നത് കാത്തിരിക്കുന്ന അവരാവേശം, റമളാനിന്റെ ചന്ദ്രോദയം ദർശിക്കാൻ വേണ്ടി അവർ കാണിച്ച തിരക്കും താല്പര്യവും, ഇതൊക്കെ ചരിത്രത്തിൽ കാണാം. പെരുന്നാളിന്റെ നിലാവ് കാണാൻ കുറച്ചൊക്കെ തിരക്ക് കൂടും, ആവേശം കൂടും. എന്നാ റമളാനിനോ മുഅ്മിനീങ്ങൾക്കവിടെ പെരുന്നാളിന്റെ നിലാവിനേക്കാൾ ആവേശം ഈ മാസത്തിന്റെ ആഗമനമറിയിക്കുന്ന ചന്ദ്രപ്പിറവി ദർശിക്കാനായിരിക്കും. സ്വഹാബാക്കൾ ആവേശം കാണിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്, റമളാനിന്റെ പിറവി കാണാൻ വേണ്ടി. പ്രസിദ്ധ സ്വഹാബി വര്യൻ, പണ്ഡിതരായ പ്രഗത്ഭരായ സ്വഹാബി വര്യൻ, മഹാനരായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നീണ്ട 10 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖാദിമായി സേവന നിരതരായ സ്വഹാബി വര്യൻ, 10 കൊല്ലം പുണ്യപൂമേനിയുമായിട്ടുള്ള സഹവാസം കിട്ടിയ, അതിന് സൗഭാഗ്യം കിട്ടിയ മഹാനരായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു 100 വയസ്സ് തികഞ്ഞു. 100 വയസ്സ് പിന്നിട്ട ഒരു ശഅബാനിന്റെ 29ാമത്തെ ദിവസത്തിന്റെ അസ്തമാന സമയം, റമളാനിന്റെ പൊന്നമ്പിളി ദർശിക്കാൻ സാധ്യതയുള്ള ഒരു ദിനം, ആ ദിനത്തിന്റെ അസ്തമാന സമയത്ത് മാസം നോക്കാൻ വേണ്ടി വരികയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. 100 പിന്നിട്ടിട്ടുണ്ട്. ആ വാർദ്ധക്യത്തിന്റെ ക്ഷീണത്തിലും അത് അവഗണിച്ചുകൊണ്ട് മാസം നോക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. മഹാന്മാരായ താബിഉകളുടെ കാലഘട്ടം, പ്രസിദ്ധ പണ്ഡിതൻ ഖാളി ഇയാസിന്റെ കാലഘട്ടം, അവരെല്ലാവരും ഒത്തുചേർന്ന് സൂര്യാസ്തമാന സമയത്ത് റമളാനിന്റെ ചന്ദ്രോദയം നോക്കാൻ വേണ്ടി ആ ജനാവലി പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട്, നോട്ടമുറപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സൂര്യൻ അസ്തമിച്ചു, മഗ്രിബ് വാങ്ക് വിളിച്ചു, എല്ലാവരും പടിഞ്ഞാറൻ ചക്രവാളത്തിൽ, ആരും കാണുന്നില്ല നിലാവ്. അപ്പോൾ 100 കഴിഞ്ഞ പ്രഗത്ഭരായ സ്വഹാബി വര്യൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കാണുന്നുണ്ട്. ചെറുപ്പക്കാരുണ്ട്, കണ്ണിന് നല്ല പവർ, കാഴ്ചയുള്ള ചെറുപ്പക്കാരുണ്ട്, താബികളുണ്ട്, മഹാപണ്ഡിതന്മാരുണ്ട്, ആരും കാണുന്നില്ല. മഹാനരായ സ്വഹാബി വര്യൻ പറഞ്ഞു, ഞാൻ കാണുന്നുണ്ട് ദേ. അപ്പോൾ ഖാളി ഇയാസ് എന്നവർ സ്വഹാബി വര്യന്റെ പിറകിൽ വന്ന് ആ ദിശയിലേക്ക് നോക്കി, ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന ദിശയിലേക്ക് നോക്കി. മാസം കാണുന്നില്ല, എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. ഖാളി ഇയാസ് എന്ന് പറഞ്ഞ മഹാനരായ പണ്ഡിതർ, താബിആയ മനുഷ്യൻ ഈ സ്വഹാബി വര്യന്റെ പുരികങ്ങളൊന്ന് തടവി കൊടുത്ത് കൺപോളകളൊക്കെ ഒന്ന് ഒഴിഞ്ഞ് റെഡിയാക്കി സെറ്റാക്കിയിട്ട് പറഞ്ഞു, ഇനി ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു. ഇപ്പോൾ കാണുന്നില്ല. അപ്പൊ എന്താ പ്രശ്നം? പുരികമുടികളിൽ നിന്ന് നീണ്ടു വളഞ്ഞ ഒരു നരച്ച മുടി കണ്ണിന്റെ നേരെ വന്ന് നിൽക്കുകയായിരുന്നു, അതാ കണ്ടത്. അപ്പൊ അതൊന്ന് സെറ്റാക്കിയപ്പോ കാണുന്നില്ല. ഈ ചരിത്രം പഠിച്ച ആൾക്കാർ പറയലുണ്ട്, കാണാൻ സാധ്യത കുറഞ്ഞ ദിവസങ്ങളിലൊക്കെ നിലാവ് കണ്ടു എന്നുള്ള അനൗൺസ്മെന്റ് വരുമ്പോൾ പുരികം കണ്ടതാണോ ആവോ എന്ന് പറയപ്പെടാറുണ്ട് ഇത് പഠിച്ച ആൾക്കാർ. ഇപ്പൊ തന്നെ ഒരു പുരികം കണ്ട കണക്കിലപ്പോ പോരുന്നത് പലർക്കും 29 ശഅബാൻ. കഴിഞ്ഞ മാസം ചന്ദ്രോദയം ദൃശ്യമാകാൻ സാധ്യതയുള്ള സമയത്ത്
കേരളത്തിലെ നമ്മുടെ പ്രഗത്ഭരായ കാളിമാരുടെയൊക്കെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, പ്രസ്താവന ഉണ്ടായിരുന്നു, ഷഅബാനിന്റെ പൊന്നമ്പിളി കാണുന്നവരറിയിക്കണം. കാരണം ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി റജബ് 29 അന്ന് കാളിമാരൊക്കെ പ്രഖ്യാപനവും അറിയിപ്പുണ്ടായിരുന്നു, മാസം നോക്കിയിട്ട് വിവരം തരണമെന്ന്. ആരും കണ്ടതായിട്ട് വിവരം കൊടുത്തതുമില്ല, കാളിമാർക്ക് വിവരം കിട്ടിയതുമില്ല. അങ്ങനെ റജബ് 30 പൂർത്തീകരിച്ചാണ് ഷഅബാൻ തുടങ്ങിയത്. തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ചില പത്രത്തിലൊക്കെ ഉണ്ട് ഒരു ഡേറ്റ് കഴിച്ചിട്ടിട്ടുണ്ട്, ചിലർക്ക് 29. നമ്മുടെ കാളിമാർ ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാം ബറാഅത്തൊക്കെ ആചരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 28 ആയിട്ടുള്ളൂ. അപ്പൊ പുരികം കണ്ടതാണോ, ശാസ്ത്രം നോക്കിയതാണോ, എന്തോ അല്ലാഹു അഅലം. നമ്മൾ നമ്മുടെ കാളിമാര് പറയുന്നത് പിന്തുടർന്ന് പോരാ, നമ്മളൊക്കെ ഒരു കുറ്റമില്ല. ഇനി എങ്ങാനും ഇന്ന് രാത്രിയാണ് കണ്ടാലോ, കൃത്യമായിട്ട് കണ്ടാലോ നാളെ നോമ്പ് പിടിക്കാം. എന്നാലും നമുക്ക് തെറ്റുപറ്റിയിട്ടില്ല, നമ്മൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ. ഇല്ലെങ്കിൽ 30 പൂർത്തീകരിച്ചാണ് പോരുന്നത്. എന്താവട്ടെ, സ്വഹാബാക്കളുടെ ആവേശത്തിന്റെ പാഠമാണ് ഈ ചരിത്രത്തിൽ നിന്ന്. 100 വയസ്സ് തികഞ്ഞിട്ട് കണ്ണിന് കാഴ്ചയില്ല, ക്ഷീണം ഉണ്ടായിട്ട് പോലും നിലാവ് നോക്കാൻ വന്ന അവരുടെ ആവേശം, റമളാനിനെ സ്വീകരിക്കാനുണ്ടായിരുന്ന അവരുടെ താല്പര്യം. മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുണ്യ റമളാനിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി മസ്ജിദുൻ നബവിയുടെ മദീനത്തെ പള്ളിയുടെ ചുറ്റുഭാഗങ്ങളിൽ വിളക്ക് കത്തിച്ച് അലങ്കരിച്ചതായി ചരിത്രത്തിൽ കാണാം. റമളാൻ വരുമ്പോ എന്ത് ചെയ്തു? മദീന പള്ളിയുടെ ചുറ്റുഭാഗങ്ങളിൽ, അന്ന് എണ്ണവിളക്കാണല്ലോ, ചുറ്റുഭാഗത്തും വിളക്ക് കത്തിച്ച് അലങ്കരിച്ചു. ആര്? സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അലിയാര് തങ്ങൾ വന്നപ്പോ ആ ദീപാലങ്കാരം, ആ വിളക്ക് കത്തിക്കൽ ഒന്നുകൂടെ അകത്തുകൂടെ ഒന്നുകൂടി ഉഷാറാക്കി, പുറത്തത് നിലനിർത്തിയെന്ന് മാത്രല്ല, ഇങ്ങനെ അലിയാര് തങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്, നവ്വറല്ലാഹു ഖബറക യാ ഉമറു കമാ നവ്വർത മസാജിദഹു. റസൂൽ ഇങ്ങനെ റമളാൻ വരുമ്പോ ഇങ്ങനെ കത്തിച്ചിട്ടൊന്നുമില്ലല്ലോ, അത് ബിദ്അത്താന്ന് കച്ചറ ഉണ്ടാക്കുകയല്ലേ ചെയ്തത്. റമളാനിനോടുള്ള സന്തോഷം കൊണ്ട് നബിയുടെ കാലത്ത് അന്നിങ്ങനെ കത്തിച്ചിട്ടില്ലെങ്കിലും ആളുകൾക്കൊക്കെ പള്ളി ഒന്ന് അലങ്കരിച്ച് കാണാനും പള്ളിയിലേക്ക് വരുന്ന വഴിയൊക്കെ ഒന്ന് വെളിച്ചുണ്ടാകാനും വേണ്ടിയിട്ട് മൊത്തം വിളക്ക് കത്തിച്ചപ്പോ സയ്യിദുനാ അലിയാർ തങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒന്നുകൂടെ ഉഷാറാക്കുകയും ചെയ്ത് ദുആ ചെയ്യാണ്. എന്ത്? നവ്വറല്ലാഹു ഖബറക യാ ഉമർ. വഫാത്തായി റൗളയിൽ കിടക്കുന്ന ഉമർ എന്നവരെ, അങ്ങയുടെ ഖബറിനെ അള്ളാഹു പ്രഭാപൂരിതമാക്കട്ടെ, ഖബറിനകത്ത് അള്ളാഹു വെളിച്ചം നിറക്കട്ടെ. കമാ നവ്വർത മസാജിദഹു. റമളാനിനെ സ്വീകരിച്ചും കൊണ്ട് താങ്കൾ അള്ളാഹുവിന്റെ ഭവനങ്ങളെ പ്രഭാപൂരിതമാക്കിയതുപോലെ, വെളിച്ചം നിറച്ചതുപോലെ തങ്ങളുടെ ഖബറ് അള്ളാഹു വെളിച്ചം നിറക്കട്ടെ എന്ന് ദുആ ചെയ്തു എന്നാണ്. ഇതൊക്കെ വിവരമില്ലാത്ത ആൾക്കാർ ഇപ്പൊ റമളാനിൽ പെരുന്നാളിന് പള്ളി അലങ്കരിക്കുമ്പോ ഇത് ബിദ്അത്തല്ലേ, റബീഉൽ അവ്വൽ വരുമ്പോ ഒന്ന് വിളക്ക് കത്തിക്കുമ്പോ ഒന്ന് കുറച്ച് എക്സ്ട്രാ ബൾബൊക്കെ ഇത് ബിദ്അത്ത്, ഇതെന്താ ക്രിസ്ത്യൻ പള്ളിയിലെ പള്ളി പെരുന്നാളോ? എന്താ ഇതിനൊക്കെ പറയാ? ഇത് ക്രിസ്ത്യൻ ദേവാലയത്തിലെ പള്ളി പെരുന്നാളിനോടുള്ള ആദരവാണ്? അല്ല, റമളാനിനോടുള്ള ആദരവ്, റസൂലിനോടുള്ള ആദരവ്, അള്ളാഹുവിനോടുള്ളത്, അതാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ളത്. ഞാൻ ആ വിഷയത്തിലൂടെ പോവല്ല. റമളാൻ വരവേറ്റുകൊണ്ട് അധികമായി വെളിച്ചം പകരും വിധത്തിൽ വിളക്കുകൾ സ്ഥാപിച്ചു മഹാന്മാരായ സ്വഹാബാക്കൾ. ഈ പുണ്യമാസത്തെ വരവേറ്റുകൊണ്ട് ഇതുപോലത്തെ ഒരു സമയത്ത് ശഅബാനിന്റെ അവസാന ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ഖുതുബ, റമളാനിനെ സ്വീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം ഇമാം ബൈഹഖി റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്തത് കാണാം. അയ്യുഹന്നാസ്, റമളാനിനെ വരവേറ്റുകൊണ്ട് നടത്തിയ ഖുതുബ. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് അളല്ലക്കും ശഹ്റുൻ അളീം, അതിമഹത്വമായ ഒരു മാസം ഇതാ മുന്നിട്ട് വരുന്നു. ഇതാ വരുന്നു അളീമായ ശഹ്റും മുബാറക്, ബറക്കത്തുള്ള അനുഗ്രഹങ്ങൾ നിറഞ്ഞ മാസം. വഹുവ ശഹ്റു സ്വബ്ർ വസ്സബ്റു സവാബുൽ ജന്ന. ഇത് ക്ഷമ പരിശീലിക്കുന്ന മാസാണ്. ക്ഷമ പരിശീലിക്കുന്ന മാസാണ്. ക്ഷമ കിട്ടിട്ട് പൊട്ടിത്തെറിക്കണ മാസമല്ല, ഭ്രാന്ത് പിടിച്ചിട്ടേ ഈ ദാഹവും വിശപ്പൊക്കെ പടവുമ്പോ ക്ഷമ നഷ്ടപ്പെടുന്ന മാസമല്ല, ക്ഷമ പരിശീലിക്കുന്ന മാസമാണ്. വസ്സബ്റു
സവാബുഹുൽ ജന്ന. ഈ മാസത്തിൽ ഒരാൾ ക്ഷമ അഭ്യസിച്ചുകൊണ്ട്, ക്ഷമ പരിശീലിച്ചുകൊണ്ട്, ക്ഷമ സ്വായത്തമാക്കിയാൽ സവാബുഹുൽ ജന്ന, അതിന്റെ പ്രതിഫലം സ്വർഗമാണ്. ആ ഖുതുബയിൽ കാണാം ഈ മാസത്തിന്റെ തുടക്കത്തിലെ റഹ്മത്തിനെ കുറിച്ച്, മധ്യത്തിലെ മഗ്ഫിറത്തിനെ കുറിച്ച്, അവസാന പത്തിലെ ഇത്ഖും മിനന്നാറിനെ കുറിച്ചെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് സാരസമ്പൂർണമായ ഒരു ഖുതുബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചത് കാണാം. റഹ്മത്ത് അവതരിക്കുന്ന ആദ്യത്തെ 10. റഹ്മത്ത്, അള്ളാന്റെ കരുണ എന്ന് പറഞ്ഞാൽ അത് റമദാനിൽ 10 ദിവസം മാത്രമാണോ? ഈ സമയത്ത് എണ്ണിയാൽ തീരാത്ത റബ്ബാനിയായ റഹ്മത്ത്, പടച്ച തമ്പുരാന്റെ കൃപാ കടാക്ഷം എന്നിലേക്കും നിങ്ങളിലേക്കും ഈ പ്രപഞ്ചത്തിലേക്കും വർഷിച്ചു കൊണ്ടേയിരിക്കുക. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ മിണ്ടൂല, ഞാൻ നിങ്ങളുടെ മുന്നിൽ എണീറ്റ് നിൽക്കില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വർഷമില്ലെങ്കിൽ, അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരൊന്ന് പള്ളിയിൽ വരൂല, ജീവിച്ചിരിക്കൂല, ഈ പ്രപഞ്ചം നിലനിൽക്കില്ല. അള്ളാഹു പറയാൻ, എന്റെ റഹ്മത്ത് സർവ്വലോകത്തും വ്യാപിച്ചു കിടക്കുകയാണ്. നമ്മളിൽ തന്നെ കോടാനക്കോടി റഹ്മത്ത് ഓരോ നിമിഷങ്ങളിലും വന്നണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ എന്താ റഹ്മത്തിന്റെ 10 എന്ന് പറയുന്നേ? സ്പെഷ്യലായിട്ട്, പ്രത്യേകമായിട്ട് പടച്ചവന്റെ കൃപയും കടാക്ഷവും ഇറങ്ങി വരുന്ന 10 ദിവസങ്ങൾ, പ്രത്യേകമായി പാപമോചനം ലഭിക്കുന്ന 10 ദിനങ്ങള്, പ്രത്യേകമായി നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കുന്ന പാപികളുടെ കണക്കുകൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഇതിന്റെ അനുഗ്രഹങ്ങൾ, പ്രാധാന്യങ്ങൾ, പ്രത്യേകതകൾ വിവരിച്ച് നടത്തിയ വളരെ വിശദമായ ഖുതുബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വയം ഒരുങ്ങി ഈ മാസത്തിന് വേണ്ടി, സ്വഹാബാക്കളെ ഒരുക്കി. അവിടുത്തെ ജീവിതത്തിലൊക്കെ വ്യത്യാസങ്ങൾ വന്നു. റമദാൻ വന്നാൽ അവിടുത്തെ ഔദാര്യത്തിന്, ദാനധർമ്മശീലത്തിന് മറ്റു 11 മാസമില്ലാത്ത രീതിയായിരുന്നു. അടിച്ചു വീശുന്ന കാറ്റുപോലെയായിരുന്നു പുണ്യ റസൂലിന്റെ ഔദാര്യം, പുണ്യ റസൂലിന്റെ സ്വതക്ക. അടിച്ചു വീശുന്ന കാറ്റുപോലെ വാരി വിതറി ദാനം ചെയ്യുന്ന സ്വഭാവമായിരുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല ശഹ്റ റമളാൻ, പുണ്യ നബി റമളാനിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത്ലഖ കുല്ല അസീർ, അറസ്റ്റിലായവർക്ക് പൊതുമാപ്പ് കൊടുത്ത് വിട്ടയച്ചിരുന്നു. ചില അറബ് രാജ്യങ്ങളൊക്കെ അനുകരിക്കാറുണ്ട് പൊതുമാപ്പ്. കുറ്റവാളികൾക്ക് റമളാൻ വന്നാൽ പൊതുമാപ്പ് കൊടുത്ത് മോചിപ്പിക്കാറുണ്ടായിരുന്നു. ആവശ്യമുന്നയിച്ച് വരുന്നവരെ ആരെയും തിരിച്ചയക്കാതെ വന്നവർക്ക് മുഴുവൻ. റമളാനിൽ നമ്മുടെ വീട്ടു പഠിക്കൽ, നമ്മുടെ മുന്നിൽ പല ആവശ്യക്കാരും വരും, ഒരാളെ പോലും അവഗണിക്കരുത്. റസൂലുള്ളാഹി തങ്ങള് ചോദിച്ചു വന്ന സർവ്വർക്കും കൊടുത്തിരുന്നു. റമളാൻ വന്നാൽ അവസാനത്തെ 10 കയറിയാൽ അഹ്യാ ലൈലഹു, രാവുകൾ പിന്നെ സജീവമാണ്, ഉറക്കം മാറ്റിവെക്കുകയാണ്. ഐഖലാഹു, തന്നെയല്ല കുടുംബത്തെയും അതിൽ പങ്കാളികളാക്കി അവരെ വിളിച്ചുണർത്തിക്കൊണ്ട്. വജദ്ദ, പിന്നെ പരിശ്രമത്തിന്റെ ദിനരാത്രങ്ങൾ. വശദ്ദൽ മിഅ്സറ, ഉടുമുണ്ട് മുറുക്കിക്കെട്ടി കച്ചകെട്ടി ഒരുങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് ആരാധനകളിൽ മുഴുകുമായിരുന്നു. ഈ മാസം മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്, ഭിന്നമാണ്. സൽക്കർമ്മങ്ങൾക്ക് വലിയ ഓഫറാണ് അള്ളാഹു വെച്ചത്. ഈ ഖുതുബയിൽ തന്നെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചതായിട്ട് കാണാം. പരിശുദ്ധ റമളാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഐച്ഛിക കർമ്മം, ഉപേക്ഷിച്ചാൽ ഒരു കുറ്റവും ശിക്ഷയും ഒരു ആരോപണവും ഒരു വിമർശനവും ഇല്ലാത്ത വിധത്തിലുള്ള തികച്ചും പുണ്യകരമായ സുന്നത്തുകൾ ഈ മാസം നിർവഹിച്ചാൽ ഓരോ സുന്നത്തിനും ഓരോ ഫർളിന്റെ പ്രതിഫലമാണ് നൽകപ്പെടുക. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടവും ഏറ്റവും കൂലി തരുന്നത് ഫർളിനാണ്. ഒരു സുന്നത്തിനൊരു ഫർളിന്റെ സവാബ്. ഒരാൾ ഈ മാസത്തിൽ ഒരു ഫർള് നിർവഹിച്ചാൽ 70 ഫർളുകൾ നിർവഹിച്ച തത്തുല്യമായ പ്രതിഫലം. ഒരു ഫർളിന് 70 ഫർളിന്റെ പ്രതിഫലം. അതുകൊണ്ടാണല്ലോ നിർബന്ധമായ സക്കാത്ത് അടക്കം, പുണ്യകരമായ ദാനധർമ്മങ്ങൾ അടക്കം, ഖുർആൻ പാരായണം, ഖത്മുകൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് പ്രത്യേക പരിഗണനയും ഉത്സാഹവും താല്പര്യവും ഈ വിശുദ്ധ റമളാൻ മാസത്തിൽ നാം പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് 1 രൂപ കൊടുത്ത 70 രൂപ കൊടുത്ത്,
1000 രൂപ കൊടുത്ത 70,000 രൂപ കൊടുത്ത ആ പുണ്യം, അത്ര വലിയ ഓഫറാണ് അള്ളാഹു ഈ മാസത്തിൽ വെച്ചിട്ടുള്ളത്. ഈ മാസത്തിന്റെ പ്രാധാന്യം ഇതൊന്നുമല്ല, ഇതൊക്കെ പ്രാധാന്യവും മഹത്വമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, റമളാൻ മാസത്തിന്റെ പ്രധാനപ്പെട്ട അള്ളാഹു എടുത്തു പറഞ്ഞ ഒന്നാമത്തെ മഹത്വം ലൈലത്തുൽ ഖദ്ർ ഉള്ളതല്ല. ലൈലത്തുൽ ഖദ്ർ റമളാന്റെ മഹത്വമാണ്, ഖുർആൻ പറഞ്ഞു തന്നതാണ്. നോമ്പുള്ളതല്ല, നോമ്പ് ഖുർആൻ പറഞ്ഞു തന്നതാണ്, നോമ്പ് പുണ്യാണ്. തറാവീഹിന്റെ കാര്യമല്ല, അതും മഹത്വമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട 1-ാം നമ്പർ മഹത്വം അതൊന്നുമല്ല. അതെന്താണ്? സൂറത്തുൽ ബഖറ 185, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സത്യവും അസത്യവും, നീതിയും അനീതിയും, ധർമ്മവും അധർമ്മവും വേർതിരിച്ചു പഠിപ്പിച്ചു തരുന്ന, കൃത്യമായ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുള്ള, മാനവരാശിക്ക് ദിശാബോധം നൽകുന്ന വിളക്കായ പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമളാൻ. അതാണ് ഒന്നാമത്തെ മഹത്വം, ഖുർആന്റെ അവതരണം നടന്ന മാസം. ഇവിടെ ഒന്ന് വിശദമായിട്ട് ചിന്തിക്കാണ്ട്, എന്ത് അള്ളാഹ് മുഹറം മാസത്തിൽ ഖുർആൻ ഇറക്കാതിരുന്നത്? എന്ത് റബീഉൽ അവ്വൽ മാസം ഇറക്കാതിരുന്നത്? എന്തേ ദുൽഹിജ്ജ മാസം ഇറക്കാതിരുന്നത്? മറ്റു 11 മാസം കിടപ്പുണ്ടല്ലോ, ആ മാസമൊന്നും ഖുർആൻ ഇറക്കാതെ എന്തേ അള്ളാഹു റമളാനിൽ തെരഞ്ഞെടുത്തു? ഖുർആനിന്റെ അവതരണത്തിന് റമളാനിനെ അള്ളാഹു തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാ? പഠിക്കാണ്ട് ഇവിടെ അള്ളാഹു എടുത്തു പറഞ്ഞതിലൂടെ ചിന്തിക്കാണ്ട് എന്തേ റമളാനിൽ അള്ളാഹ് ഇറക്കിയത്? ചിന്തിക്കാനുണ്ട്. ഖുർആന്റെ അവതരണവുമായി പരിശുദ്ധ ഖുർആൻ വിവരിച്ച ആയത്തുകളൊക്കെ എന്ന് എടുത്ത് നിരത്തിയിട്ട് മൊത്തത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാകും. എന്താ മനസ്സിലാകുക? പരിശുദ്ധനായ അള്ളാഹു അവന്റെ വിശുദ്ധമായ വചനങ്ങളെ പരിശുദ്ധ മലക്കായ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പരിശുദ്ധ റസൂലിന്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് പരിശുദ്ധ റമളാൻ മാസത്തിലെ പവിത്രമായ ലൈലത്തുൽ ഖദ്റിൽ അവതരിപ്പിച്ചു എന്ന് നമുക്ക് ചേർത്തി വായിക്കാൻ പറ്റും. എന്ത്? പരിശുദ്ധനായ അള്ളാഹു അവന്റെ വിശുദ്ധമായ വചനങ്ങളെ പരിശുദ്ധ മലക്കായ ജിബ്രീൽ മുഖേന പരിശുദ്ധ റസൂലിന്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് പരിശുദ്ധ റമളാനിന്റെ പവിത്രമേറിയ ലൈലത്തുൽ ഖദ്റിൽ അള്ളാഹു ഇറക്കി. എന്താ ഇതിന്ന് മനസ്സിലാക്കാനുള്ളത്? എന്താ ഇതിന്ന് മനസ്സിലാക്കാനുള്ളത്? ഇതിന് മനസ്സിലാക്കാനുള്ള പൊരുൾ എന്താണ്? റമളാൻ കൊണ്ട് വിശുദ്ധി ആർജിക്കുന്നവർക്കേ ഖുർആൻ കിട്ടുള്ളൂ. ഇതാണ് ഇതിന്റെ പാഠം. എല്ലാവർക്കും ഖുർആൻ കിട്ടൂല. മുസഹഫ് എടുക്കാനും പിടിക്കാനും വായിക്കാനും ആശയം പറയാനും തർജമ എഴുതാനും പ്രസംഗിക്കാനും യുക്തിവാദിക്ക് പറ്റും, ജൂതന് പറ്റും. ഇന്ന് മുസ്ലിങ്ങളിലേറെ മെനക്കെടുന്നത് ആരറിയോ? യുക്തിവാദികള്. ജബ്ബാർ മാഷ്, ആരിഫ് ഹുസൈന്, രവിചന്ദ്രന്, ഇവരൊക്കെയാണ് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് മുസഹഫ് എടുക്കുന്നു, എന്നിട്ട് വായിക്കുന്നു, എന്നിട്ട് തെറ്റായി വ്യാഖ്യാനിച്ച് സമൂഹത്തെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഖുർആൻ കിട്ടിയോ? ഇല്ല, അവർക്ക് ഖുർആൻ കിട്ടിയിട്ടില്ല. അവർക്ക് ആധാരം വായിക്കാൻ പറ്റും. ലുലു മാളിന്റെ ആധാരം വേണമെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ അപേക്ഷ കൊടുത്താൽ നമുക്ക് ആധാരത്തിന്റെ കോപ്പി കിട്ടും, അത് വായിക്കാനും പറ്റും. പക്ഷെ മുതല് യൂസുഫ് അലി സാഹിബിന്റെ അത് നമുക്ക് കിട്ടൂല. ആധാരം വായിക്കാൻ പറ്റും. ഇതുപോലെ മുസഹഫ് എടുത്തിട്ട് മുസൽമാന്റെ ജീവിത ആധാര പദ്ധതി അത് വായിക്കാൻ പറ്റും, അത് ആശയം പറയാൻ പറ്റും. പക്ഷെ അതിൽ പറഞ്ഞ സ്വത്ത്, മുസഹഫിൽ പറഞ്ഞ അമൂല്യ നിധികൾ, നിധി നിക്ഷേപങ്ങൾ, ആ സ്വത്ത് അത് സ്വന്തമായിട്ട് കിട്ടൂല. അത് ആർക്കാ കിട്ടുക? റമളാൻ ആചരിക്കേണ്ട വിധത്തിൽ ആചരിച്ച, റമളാൻ കിട്ടേണ്ട വിധത്തിൽ കിട്ടിയ ആളുകൾക്കാണ് ഖുർആനിന്റെ പൊരുള് കിട്ടൂ. പരിശുദ്ധ മുസഹഫിൽ പറഞ്ഞ സ്വത്ത് നിധികൾ സ്വന്തമായി കിട്ടൂ. ഇതാണ് ഈ പറഞ്ഞ ആയത്തിന്റെ പൊരുള്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ. എല്ലാ മുസ്ലിങ്ങൾക്കും കിട്ടൂല. വെഞ്ഞാറമൂട്ടിൽ ഒരു ചെറുപ്പക്കാരൻ ചുറ്റിക എടുത്തിട്ട് 5 പണിയാക്കിയത്. എന്താ കാരണം? സാമ്പത്തിക ബാധ്യത ഒന്നുമല്ല, അതൊക്കെ പോലീസുകാർ പറയാണ്. എന്താ? അത്രമാത്രം മാരകമായ ലഹരി പദാർത്ഥങ്ങൾ നാട്ടിൽ വ്യാപകമായിട്ട് പുതിയ ജനറേഷനെ കീഴടക്കിയിരിക്കുന്നു. ലഹരി എന്ന് തുറന്നു പറയാൻ
ഗവൺമെന്റിനും ഉത്തരവാദപ്പെട്ടവർക്കും കുറച്ച് മടിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞല്ലോ ലഹരിയാണ് ഒന്നാമത്തെ വില്ലനെന്ന്. നമുക്കൊന്നും നേരം വെളുത്തിട്ടില്ല, മൂവാറ്റുപുഴക്കാർക്കും നേരം വെളുത്തിട്ടില്ല. ഞാൻ 3 മാസം മദ്യവും മയക്കുമരുന്നും പറഞ്ഞപ്പോ മൊയ്ലിയരെ വേറെന്തെങ്കിലും വിഷയം പറഞ്ഞൂടെ, ഇതെന്തിനാ ഈ 3 മാസം നീട്ടണതെന്ന് പലരും എന്നോട് വന്ന് ചോദിച്ചതാ. അതൊക്കെ കഴിഞ്ഞിട്ട് സമർത്ഥനായ മനഃശാസ്ത്ര വിദഗ്ധനെ കൊണ്ട് ബഹുമാനപ്പെട്ട ജമാഅത്ത് കമ്മിറ്റി ഒരുങ്ങി താങ്ങി പരസ്യം കൊടുത്തിട്ട് നമ്മുടെ മിനി ഹാളിൽ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയിട്ട് ഒരു സ്റ്റഡി കൊടുക്കാൻ വേണ്ടി. എന്തിന്? ഏതൊക്കെ പിള്ളേർ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട്, കുടുങ്ങിയിട്ടില്ല, അതിന്റെ അടയാളങ്ങൾ പറയാൻ, കുടുങ്ങിയവർക്ക് രക്ഷപ്പെടാനുള്ള വഴി പറയാൻ ഒരു ക്ലാസ് വെച്ചപ്പോ 30-40 ആൾക്കാർ കഷ്ടപ്പെട്ട് വന്നു. ഒരു ചൂടിപ്പോഴും വന്നിട്ടില്ല, ഒരു ചിന്തയും പേടിയും വന്നിട്ടില്ല. ഒരു സഹോദരി എന്നെ വിളിച്ച് പരാതി പറയാതെ വരക്കാൻ വേണ്ടിയിട്ട് പുള്ള വെളുപ്പാങ്കാലത്ത് എണീറ്റ് പോവും. എറണാകുളത്തുള്ളതാ. വെളുപ്പാങ്കാലത്ത് എണീറ്റ് പോവും, 4 മണിക്ക് എണീറ്റ് പോവും, എന്നിട്ടൊരു 9 മണിയാവും. അവന്റെ സ്വഭാവത്തിലൊക്കെ വലിയ വേരിയേഷൻ. എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഇപ്പൊ ചുമ്മാ തട്ടിക്കേറും, കാര്യത്തിന് തട്ടിക്കേറിന് കുഴപ്പമില്ല, ചുമ്മാ തട്ടിക്കേറുക. അപ്പൊ ഞാൻ പറഞ്ഞു വല്ല പൊടിയോ പുല്ലോ. എന്റെ പുള്ള അവൻ അതിനെതിരെ സംസാരിക്കുന്ന ആളാ, അവനത് ചെയ്യൂല ഉസ്താദെ. ആ വിശ്വാസമൊക്കെ നല്ലതാണ്, അങ്ങനെ ആകട്ടെ, ഉപയോഗിക്കാത്ത ആളാകട്ടെ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളെ സമയം വളരെ മോശ, കാലം സാഹചര്യം വളരെ മോശ. ഒരു ആമിന ഉമ്മയെ കൊന്നല്ലോ കഴിഞ്ഞ ആഴ്ച, ഒരു ചെറുപ്പക്കാരൻ. ഇപ്പൊ 5 എണ്ണത്തിനാണ് പണിയാക്കിയത്. ഖുർആൻ കിട്ടിയിട്ടില്ല. മുസാഫ വീട്ടിലുണ്ടാവും. ഈ പയ്യൻ ഓത്തുപള്ളിയിൽ പോയിട്ട് ഇത് വായിച്ചിട്ടുണ്ടാവും. ചിലപ്പോ സബ്ഹിസ്മന്റെ താഴെയുള്ള അധ്യായങ്ങളൊക്കെ മനപ്പാടുണ്ടാവും ആ പയ്യന്റെ. പക്ഷെ ആ പറഞ്ഞ ആധാരത്തിൽ പറഞ്ഞ സ്വത്ത് കിട്ടിയിട്ടുണ്ടാവില്ല. അതാർക്കാ കിട്ടുക? വിശുദ്ധർക്കേ കിട്ടൂ. ഇത് ഇത് പരിശുദ്ധ ഖുർആനാകുന്നു. ഫീ കിതാബിൻ മക്നൂൻ ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ തൻസീലും മിർ റബ്ബിൽ ആലമീൻ. സൂറത്തുൽ വാഖിയ. ഇത് മഹത്വമേറിയ ഖുർആനാണ്. ഫീ കിതാബിൻ മക്നൂൻ, സുരക്ഷിതമായ അള്ളാഹുവിന്റെ വേദഗ്രന്ഥാണത്. സുരക്ഷിതാണ്. ഇത് യുക്തിവാദിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റൂല, ജൂതന് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റൂല, കളങ്കള്ള ആൾക്കാർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റൂല, തെമ്മാടിക്കൂട്ടത്തിന് ഇതിന്റെ സ്വത്ത് കിട്ടൂല. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, പരിശുദ്ധരല്ലാതെ ഇതിനെ തൊട്ടിട്ടില്ല, ഇത് തൊടുകയുമില്ല, ഇതിനെ തൊടാനും പാടില്ല. പരിശുദ്ധരല്ലാതെ ഒരാളും ഒരു ശൈത്താനും ഒരു മനുഷ്യനും ഇതിനെ തൊടുന്ന പ്രശ്നമല്ല. അള്ളാഹു പറയാൻ ഏതിനെ? ഖുർആൻ പറഞ്ഞ സ്വത്ത് അത് പരിശുദ്ധർക്കേ കിട്ടൂ. അപ്പൊ എന്താ വേണ്ടത്? ഈ റമളാനാകുന്ന കുളിപ്പുരയിൽ കയറിയിട്ട് വൃത്തിയായിട്ട് കുളിച്ചവർക്ക് ഖുർആൻ എന്ന സ്വത്ത് കിട്ടും. റമളാനാകുന്ന കുളിപ്പുരയിൽ കയറി കുളിച്ചവർക്ക്, വീട്ടിൽ ഡെയിലി കുളിക്കുന്നവർക്ക് ശാരീരിക അശണ്ടകൾ, അഴുക്കുകൾ നീങ്ങും. റമളാൻ എന്ന കുളിപ്പുരയിൽ അള്ളാഹു ഒരുക്കിയ ഒരു മാസത്തെ കുളിപ്പുരയാണത്. ഇതിൽ കയറി വൃത്തിയായിട്ട് കുളിച്ചവരിൽ മൃഗീയ ഗുണങ്ങൾ നീങ്ങും, പാപക്കറകൾ നീങ്ങും, മനോരോഗങ്ങൾ നീങ്ങും. അങ്ങനെ പരിശുദ്ധ പ്രകൃതനായി മാറുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ വിവരിച്ച സ്വത്ത്, നിധികൾ, നിക്ഷേപങ്ങൾ സ്വന്തമായി കിട്ടും എന്ന പൊരുളാണ്. ഹഖീഖിയായ മഅനയാണ്, യഥാർത്ഥ അർത്ഥമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഞാൻ നീട്ടി പറയുന്നില്ല. ചുമ്മാ റമളാനണ്ട് ആചരിച്ചാൽ ഇതിന്റെ നേട്ടമൊന്നും കിട്ടൂല, ഒരിക്കലും കിട്ടൂല. റമളാൻ എന്ന വാക്കിന് അർത്ഥം തന്നെ എന്താ? പാപങ്ങൾ കരിക്കുക, മൃഗീയ ഗുണങ്ങളെ കരിക്കുക എന്നാ റമളാൻ എന്ന വാക്കിനർത്ഥം. അതിന് വരണം. എവിടെ വരണം? നാട്ടിലല്ല, എന്നിലേക്ക് വരണം. ഇതാ ജാ റമളാൻ, റമളാൻ എന്റെ പ്രകൃതിയിലേക്ക് വരണം. എന്റെ പ്രകൃതി പറഞ്ഞാൽ ഇതിൽ ശൈത്വാനുണ്ട്, ഇതിൽ കഴുതുണ്ട്, ഇതിൽ നായുണ്ട്, ഇതിൽ പന്നിണ്ട്, ഇതിൽ ആർത്തിണ്ട്. എല്ലാ സംഭവങ്ങളും ഉൾക്കൊണ്ടൊരു മഹാപ്രപഞ്ച ഞാൻ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിലേക്ക് റമളാൻ കടന്നു വന്ന് നിങ്ങളിലെ പാപക്കറകൾ കരിക്കട്ടെ, മൃഗീയതയെ കരിക്കട്ടെ. അങ്ങനെ കരിച്ചാൽ ഫുതിഹത്ത് അബ്വാബുൽ ജന്ന, ആ ആളുകളുടെ മുന്നിൽ സ്വർഗ കവാടം തുറക്കപ്പെടും.
നരക കവാടാടയും. അല്ലാതെ റമദാൻ വന്നാൽ മൊത്തം അങ്ങനെ സംഭവിക്കുന്നല്ല, എല്ലാവർക്കും ഈ ഗുണം കിട്ടുന്നല്ല. റമദാനെ കുറിച്ച് പറഞ്ഞ മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ബുഖാരിയുടെ ഹദീസാണ്, മുസ്ലിമിന്റെ ഹദീസാണ്. ഈമാനോടെ ക്ലിയറായ വിശ്വാസത്തോടെ റമദാനിനെ സ്വീകരിക്കണം. വഹ്തിസാബൻ, വഹ്തിസാബൻ, ആത്മാർത്ഥമായിട്ട് പടച്ച തമ്പുരാന്റെ പൊരുത്തല്ലാതെ വേറൊന്നും ലക്ഷ്യമല്ലാതെ, ഇഹ്തിസാബൻ, ഇഖ്ലാസൻ, നിഷ്കളങ്കമായ നിലക്ക് റമദാനിനെ സ്വീകരിച്ച് ആചരിച്ചാൽ മുൻപാപങ്ങളൊക്കെ പൊറുക്കും. 3 തരം നോമ്പ് അവിടെ ഉള്ളത്. ഒന്ന് സൗമുൽ ഉമൂം, നാടൻ നോമ്പ്. നാടൻ നോമ്പ് എന്താ നാടൻ നോമ്പ് എന്ന് പറഞ്ഞാൽ സുബഹി വാങ്ക് വിളിച്ചത് മുതൽ മഗ്രിബ് വാങ്ക് വിളിക്കുന്നത് വരെ അന്നപാനീയങ്ങളും ലൈംഗികതയും ഉപേക്ഷിക്കുക, മാറ്റിവെക്കുക. ഇതാണ് നാടൻ നോമ്പ്. നാടൻ നോമ്പ് സൗമുൽ ഉമൂം. വേറൊന്നുമില്ല, വേറൊരു നിയന്ത്രണമില്ല. സുബഹി മുതൽ മഗ്രിബ് വരെ ഫുഡ് സ്റ്റോപ്പ് ചെയ്തു, വെള്ളം സ്റ്റോപ്പ് ചെയ്തു, ഭാര്യമാരുമായിട്ടുള്ള സംസർഗം സ്റ്റോപ്പ് ചെയ്തു, ഇത്ര മാത്രം. വേറെ ഒരു നാക്കിനില്ല, മൂക്കിനില്ല, കയ്യിനില്ല, കാലിനില്ല, കണ്ണിനില്ല, കാതിനില്ല, ഒരു നിയന്ത്രണമില്ല. ഇങ്ങനെ നോമ്പ് പിടിക്കുന്നതാണ് സൗമുൽ ഉമൂം, നാടൻ നോമ്പ്. ഇതിന്റെ കൂലി എന്താ അറിയോ? നയാ പൈസയുടെ കൂലി കിട്ടൂല. നയാ പൈസയുടെ ഇത് ഞാൻ പറയല്ല. മല്ലം യദഉ ഖൗല സൂർ വൽ അമല ബിഹി, പൊയ് വാക്ക് ഉപേക്ഷിക്കാതെ, മോശം പ്രവൃത്തി ഉപേക്ഷിക്കാതെ ഒരാൾ നോമ്പ് പിടിച്ചാൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ ത്വആമഹു വശറാബഹു, അവൻ ഈ തീറ്റും കൂടി നിർത്തിയോണ്ട് അള്ളാഹ്ക്ക് ഒരു കാര്യമില്ല, അള്ളാഹ്ക്ക് ആവശ്യമില്ല. വെറും പട്ടിണിയും ദാഹവും ഈ കുംഭമാസത്തിൽ സഹിക്കുക എന്നല്ലാതെ ഒരു നയാ പൈസയുടെ പുണ്യമോ കൂലിയോ നേട്ടമോ കിട്ടൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പൊ നാടൻ നോമ്പ് കൊണ്ട് പോരാ, നാടൻ നോമ്പ് അത് പോരാ. രണ്ടാമത്തെ നോമ്പ് സൗമുൽ ഹുസൂസ്, സ്പെഷ്യൽ നോമ്പ്. ഇതാണ് മുഅ്മിനീങ്ങളുടെ നോമ്പ്, സ്വാലിഹീങ്ങളുടെ നോമ്പ്, സൽവൃത്തരുടെ നോമ്പ്, ഈമാനും തഖ്വയൊക്കെ ഉള്ള അള്ളാഹ് ഇഷ്ടപ്പെട്ട പടപ്പുകളെ നോമ്പ് സൗമുൽ ഹുസൂസ്. അതെന്താണ്? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ ശരീരാവയവങ്ങളെ നിയന്ത്രിച്ച് നിർത്തുക. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, കയ്യ്, കാല് എല്ലാത്തിനെയും ഒതുക്കി അതിനെ കൂടി നോമ്പിൽ സഹകരിപ്പിച്ചുകൊണ്ട് സൂക്ഷ്മത പാലിച്ച് അങ്ങനത്തെ ആൾക്കാർക്കാണ് റഹ്മത്ത് കിട്ടുക, മഗ്ഫിറത്ത് കിട്ടുക, എത്തുക്കും മിനന്നാർ കിട്ടുക. അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. ഇതാ രണ്ടാം നോമ്പ്. ഈ സൗമുൽ ഹുസൂസ് സ്വാലിഹീങ്ങളുടെ നോമ്പാക്കാൻ നമ്മൾ ശ്രമിക്കണം. വെറുതെ എന്തിനാ പട്ടിണി കിടക്കണേ? നാക്കിനും കണ്ണിനും കാതിനും നിയന്ത്രണല്ലേ? ഉച്ചക്ക് പോയിട്ട് നല്ല ശാപ്പാടടിച്ചോ? റസൂലുള്ള പറയാ ഒരു കാര്യമില്ല. ആ പട്ടിണി വെറും പട്ടിണി മാത്രം. അള്ളാഹ്ക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ ആരാവശ്യത്തിനത്? ഉസ്താദെ കൊളസ്ട്രോൾ ഒക്കെ ഒന്ന് കുറയും, അതായിക്കോട്ടെ, ആ കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി പിടിച്ചോ, അള്ളാന്റെ അടുത്തൊന്നും കിട്ടൂല. അപ്പൊ സൗമുൽ ഹുസൂസ് സ്വാലിഹീങ്ങളുടെ, അള്ളാഹ് ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളെ മുസ്ലിമീങ്ങളെ നോമ്പാകാൻ ആദ്യം പറഞ്ഞ ഉപവാസം ഇംസാക്കിന്റെ അപ്പുറത്ത് നമ്മുടെ ശരീരം കൂടി സൂക്ഷിച്ച് നമ്മൾ നോമ്പ് പിടിക്കുക. മൂന്നാമത്തെ നോമ്പ് ഇത് പറയാ, കേൾക്ക, ഇങ്ങനെ ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. സൗമു ഹുസൂസിൽ ഹുസൂസ്, അത് അമ്പിയാക്കളുടെയും സിദ്ദീഖുകളുടെയും ഔലിയാക്കളുടെയും നോമ്പാണ്. അത് ഈ പറഞ്ഞ കാര്യങ്ങളെ പുറത്ത് ചിന്ത കൂടി നോമ്പ്. ചിന്തയിൽ അള്ളാഹ് അല്ലാത്തത് വന്നാൽ നോമ്പ് മുറിയും. ഇന്നെ എവിടുന്നാ നോമ്പ് തുറക്കാൻ കിട്ടുകയെന്ന് ചിന്തിച്ച് അവരെ നോമ്പ് മുറിഞ്ഞു പോകും. അങ്ങനത്തെ നോമ്പ്. ഇത് അമ്പിയാക്കള്, ഔലിയാക്കള്, സിദ്ദീഖുകളുടെ നോമ്പാണ്. നമുക്ക് അങ്ങോട്ടൊന്നും എത്താൻ പറ്റൂല. രണ്ടാം ഗ്രൂപ്പിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എത്തണം. ആ ഒരു അസ്മോടെ, പ്രതിജ്ഞയോടെ, നിയ്യത്തോടെ നമ്മൾ പിടിച്ചു നിൽക്കുക ഇൻഷാ അല്ലാഹ്. അவ்விധത്തിൽ അള്ളാഹു വിശുദ്ധ റമളാനിനെ വരവേൽക്കാനും സ്വീകരിക്കാനും നോമ്പ് പിടിക്കാനും റമളാൻ അതിന്റെ അർത്ഥത്തിൽ പാപക്കറകൾ കരിച്ച്, പാപവാസനകളെ കരിച്ച്, മൃഗീയ ഗുണങ്ങളെ കരിച്ച് ധന്യരാകാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.